ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദ ബിഗ് വേൾഡ് ഓഫ് ഡ്രാമയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഗോ ഹെഡിൻ്റെ 9ാമത്തെ എപ്പിസോഡാണ്. അപ്പം ലാസ്റ്റ് എപ്പിസോഡിലാണെങ്കിൽ ഗ്രാൻഡ്മയ്ക്ക് അസുഖമായി എന്നും പറഞ്ഞ് അവർ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സീനായിരുന്നു. നമ്മുടെ ലിന്നിൻ്റെ അച്ഛനും കൂടെ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സീനായിരുന്നു. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭയങ്കര എല്ലാവരും കൂടെ വന്നിട്ട് ഭയങ്കര ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ഒരു കൊച്ചിങ്ങനെ വരും. അപ്പോൾ കൊച്ചിങ്ങനെ കരഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേനും നമ്മുടെ ലിന്നിൻ്റെ അച്ഛൻ ചോദിക്കും, എന്താ മോളെ നിൻ്റെ ഗ്രാൻഡ്മയാണോ എന്ന് ചോദിക്കും. അപ്പോൾ പറഞ്ഞു, അതെ അങ്കിളെ, എൻ്റെ ഗ്രാൻഡ്മയ്ക്ക് വയ്യാതായി എന്നും പറഞ്ഞാൽ കൊച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ആ കൊച്ചിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം നമ്മുടെ ലിനിനാണെങ്കിൽ ഒരു കോള് വരികയാണ്. അപ്പം പറയണ, അച്ഛൻ ഞാൻ അങ്ങോട്ട് പോയി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവൻ മാറി നിന്നിങ്ങനെ സംസാരിക്കാം. അപ്പം ഇങ്ങനെ പറയാണ്, അച്ഛാ ചേട്ടാ ചേട്ടാ എന്നിങ്ങനെ വിളിക്കുക. അപ്പം നമ്മുടെ ഷിൻസിയാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ കൂട്ടത്തിൽ ആരോ ഒരാളിങ്ങനെ കോൾ എടുത്തിട്ട് പറയാണ്, അമ്മ ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വരാൻ വേണ്ടി പെട്ടെന്ന് ഭയങ്കര ഹറിബറി ആയിട്ട് ഇങ്ങനെ പോയ കൂട്ടത്തിൽ ഒരു ആക്സിഡൻ്റ് ആയി. അപ്പം ആക്സിഡൻ്റ് ആയിട്ട് നേരെ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് എന്ന് പറയും. അപ്പം അമ്മ ആക്സിഡൻ്റ് ആയി എന്ന് കേട്ടോടെ നമ്മുടെ ലിൻ്റെ മുഖം ആകെ മാറി. സോ അവൻ പെട്ടെന്ന് അവനിങ്ങനെ തല കറങ്ങുന്ന പോലൊക്കെ ഇങ്ങനെ ആകും. അപ്പോഴത്തേന് പെട്ടെന്ന് അവിടുന്ന് വന്നു, അതായത് ഐസിൻ്റെ മുന്നിലാണല്ലോ നിൽക്കുന്നത്. അപ്പം അവിടുന്ന് ഒരു ഇത് വരും, അച്ഛമ്മ മരിച്ചു എന്നും പറഞ്ഞുകൊണ്ടൊരിത് വരും. സോ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ലിൻ വാ, അതേ അച്ഛമ്മ മരിച്ചു എന്നും പറഞ്ഞ് ഓടി വാ എന്നും പറഞ്ഞ് അവനെ ഇങ്ങനെ വിളിക്കും. അപ്പം അമ്മയെ ഹോസ്പിറ്റലിലായി ഇപ്പോൾ രണ്ടുപേർക്കും ഇങ്ങനെ വയ്യാതായിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ലിനിനെ ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ നമ്മുടെ വീട്ടിലാണ്. വീട്ടിലെ ഷിൻസു ഇങ്ങനെ ഇരിക്കുന്ന സമയം അച്ഛൻ പുറത്തോട്ട്, നമ്മുടെ ജിയുടെ അച്ഛൻ ഇങ്ങനെ പുറത്ത് പോയിട്ട് ഇങ്ങനെ തിരിച്ചു കയറി വന്ന സമയമായിരുന്നു. അപ്പം അയാളെ കണ്ടുടനെ നമ്മുടെ ഷിൻസു ഇങ്ങനെ ചോദിക്കുകയാണ്, അച്ഛൻ എന്ത് പറ്റി, അച്ഛൻ്റെ മുഖത്ത് എന്ത് പറ്റി എന്ന് ചോദിക്കുക. അപ്പം എനിക്ക് തോന്നുന്നു റെസ്റ്റോറൻറ്റ് കൂട്ടിക്കൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോയതല്ലേ, അപ്പം അതുകൊണ്ടായിരിക്കാം മുഖത്തിൽ എന്തോ ഒരു പാട് പോലെയൊക്കെ കണ്ടു. അപ്പം നമ്മുടെ ഷിൻസു ഇങ്ങനെ പറയണം, അച്ഛൻ ഇപ്പോൾ അച്ഛന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലേ ഞങ്ങളെയൊക്കെ പഠിപ്പിക്കാൻ, സോ വേണമെങ്കിൽ അച്ഛൻ ഞാൻ പഠിക്കുന്നതിൻ്റെ കുറിച്ച് പാർട്ട് ടൈം ജോലിക്കൊക്കെ പോകാം എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മോനെ വേണ്ട വേണ്ട വേണ്ട, നീ എന്നൊന്നും ചിന്തിക്കേണ്ട, നിന്റെ പഠിത്തം മാത്രം നോക്കിയാൽ മതി, എന്നെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട എന്നും പറഞ്ഞ് ഒരു മരുന്നെടുത്ത് കൊടുക്കുക. അപ്പം അച്ഛൻ ആ ഗുളികയും തിന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കോള് വരുവാണ്, ആ മുത്തശ്ശി മരിച്ചുപോയി എന്നുള്ളൊരു കോൾ ഇങ്ങനെ വരിക. അപ്പം അപ്പോഴത്തേക്കും നമ്മുടെ ജിയ ഇങ്ങനെ ഇരിക്കുക. അപ്പം ഇവരിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. രാത്രിയായി വെയിറ്റ് ചെയ്ത് നമ്മുടെ ജിയായും നമ്മുടെ അച്ഛനും നമ്മുടെ ഷിൻസും എല്ലാം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പം കുറേ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ലിനിൻ്റെ അച്ഛൻ ഇങ്ങനെ കയറി വരും. അപ്പം അച്ഛൻ കയറി വരുന്നുടനെ നമ്മുടെ ജിയ ഓടിപ്പോയിട്ട്, അങ്ങളെ അച്ഛൻ ലിന്ന് വന്നില്ലേ, ലിൻ എന്ത് ചെയ്യുന്നു ചോദിക്കും. അപ്പം നമ്മുടെ അച്ഛൻ പറയും, ഓ അവൻ പോയി, നീ എനിക്ക് കുറച്ച് വെള്ളം എടുത്തതാ എന്നിങ്ങനെ പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ കയറി വന്ന് ഇരിക്കും, ലിൻ്റെ അച്ഛൻ. അപ്പോൾ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേന് പറയും, അമ്മയ്ക്ക് ഇതുപോലെ പെട്ടെന്ന് ഇഞ്ചുറി പറ്റി, സോ അവനാണെങ്കിൽ സിംഗപ്പൂരിന് പോയി എന്ന് പറയാം. സോ ഇത് കേട്ടോടെ നമ്മുടെ ഷിൻസും നമ്മുടെ ജിയ ഇങ്ങനെ ഭയങ്കര ഷോക്കായിട്ടിരിക്കും. അതുപോലെ തന്നെ അച്ഛനും ഇങ്ങനെ പറയുക. അപ്പം ഇങ്ങനെ ഷോക്കായിരിക്കുന്ന സമയത്ത് പറയണം, അവന് പെട്ടെന്ന് വിസയ്ക്ക് അപ്ലൈ ചെയ്തു, സോ മുത്തശ്ശി മരിച്ച അന്ന് തന്നെ അവൻ്റെ അമ്മയെ നോക്കാൻ വേണ്ടി അങ്ങ് പോകുകയാണ്. അപ്പം നമ്മുടെ ജിയുടെ അച്ഛൻ ഇങ്ങനെ ചോദിക്കുകയാണ്, എടാ അവൻ കുഞ്ഞല്ലേടാ, അവനെ കൊണ്ട് എല്ലാം നോക്കാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുക. അപ്പം ആ അച്ഛൻ എന്ന് പറഞ്ഞാൽ എല്ലാ പിള്ളേരും കുഞ്ഞാന്നുള്ളൊരു വിചാരമല്ലേ. അപ്പം നമ്മുടെ ലിൻ്റെ അച്ഛൻ പറയുക, ഓ വിടടാ, അവനിപ്പോൾ വലുതായില്ലേ, അവന് 18 വയസ്സ് കഴിഞ്ഞില്ലേ, സോ അവൻ ഇതെല്ലാം ഇങ്ങനെയല്ലേ ഓരോ കാര്യങ്ങൾ പഠിക്കുക എന്നിങ്ങനെ പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ പോയി, ഞാൻ ഭയങ്കര ടയേർഡാണ്, ഇങ്ങനെ കിടക്കുക എന്നും പറഞ്ഞ് നമ്മുടെ ലിന്നിൻ്റെ അച്ഛൻ ഇങ്ങനെ ആ ചാരുകസാരോട്ട് ഇങ്ങനെ ചേർന്ന് കിടക്കുക. അപ്പം നമ്മുടെ പിള്ളേർ രണ്ടുപേരും ഇങ്ങനെ നോക്കിയിരിക്കുക. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസത്തെ സീനാണ്. അപ്പം ഇവർ ഒന്നിച്ചതിന് ശേഷം ആദ്യമായിട്ടല്ലേ ലിൻ ഇത്രയും ദൂരം മാറി നിൽക്കുന്നത്. സോ നമ്മുടെ കൊച്ചിങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ച് ഇങ്ങനെ ഏതോ ഒരു മൂക സ്ഥലത്ത് നോക്കിയിരിക്കുക. അപ്പോൾ ഇടയ്ക്ക് വെച്ച് നമ്മുടെ സാർ എഴുന്നേപ്പിച്ച് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കും. അപ്പം നമ്മുടെ ഫ്രണ്ട് ആണെങ്കിലും ഉത്തരം പറഞ്ഞു കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു ഫീലിങ്സാണ്, ടീച്ചർമാർ പിടിച്ചു കഴിഞ്ഞാൽ ആൻസർ പറഞ്ഞ് തൊട്ടടുത്തിരുന്ന് പറഞ്ഞാൽ പോലും നമുക്കത് കിട്ടത്തില്ല. എൻ്റെ അവസ്ഥ അതാട്ടോ. സോ അവൾക്കൊന്നും കിട്ടിയില്ല, അവളിങ്ങനെ തന്നെ കുറേ നേരത്തേന് അവിടെ നിന്നു. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീന് ഷിൻസു ആണെങ്കിൽ ഡ്രസ്സൊക്കെ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുക. അപ്പം കഴുകിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ ഷർട്ടിൽ ഭയങ്കരമായിട്ട് ബ്ലഡിൻ്റെ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നതാണ്. അപ്പം നമ്മുടെ ജിയുടെ അച്ഛനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ തോളത്തൊട്ടും വയ്യ, അതിന് പോയി ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ലിന്നില്ലാത്ത ആ വീട്ടിൽ അവരെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്ന സീനൊക്കെയാണ് കാണിക്കുന്നത്. പിറ്റേ ദിവസം നമ്മുടെ ഷിൻസു ആണെങ്കിൽ ഫ്രണ്ടിൻ്റെ കൂടെ ബാസ്കറ്റ് ബോൾ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പം കുറേ നേരം കളിച്ച് കഴിഞ്ഞാൽ അവർ ക്ഷീണിച്ച് ഇങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കുക. അപ്പം ഇങ്ങനെ നമ്മുടെ കൂട്ടുകാരൻ ചോദിക്കുകയാണ്, എടാ നീ എങ്ങനെ കോളേജിലോട്ട് നീ പോകുന്നില്ലേ, ഇപ്പം എങ്ങനെയാണ് നിൻ്റെ കാര്യങ്ങളൊക്കെ, നീ എങ്ങോട്ടാണ് പോകുന്നത് എന്നിങ്ങനെ ചോദിക്കും. നീ ഇവിടെ തന്നെയാണോ അതോ വേറെ എവിടെയെങ്കിലും പോകാൻ തീരുമാനിക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കും. അപ്പം നമ്മുടെ ഷിൻസു ഇങ്ങനെ ചോദിക്കുകയാണ്, ഞാൻ അതിനെപ്പറ്റി ഒന്നും ഇതുവരെ ചിന്തിച്ചിട്ടില്ല, ലിനിനോട് ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പം നമ്മുടെ ഷിൻസുവിൻ്റെ കൂട്ടുകാരൻ ഇങ്ങനെ പറയുകയാണ്, എടാ നിൻ്റെ സ്വന്തം അച്ഛൻ നിനക്ക് വേണ്ടി പൈസ മുടക്കുമല്ലോ, നിനക്ക് വേണമെങ്കിൽ എബ്രോഡ് പോയി പഠിക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അപ്പം നമ്മുടെ ഷിൻസു ചോദിക്കുകയാണ്, എടാ ഞാൻ എൻ്റെ സ്ഥാനത്ത് നീ ആണെങ്കിൽ നീ എന്ത് ചെയ്യും എന്ന് ചോദിക്കുക. അപ്പം കൂട്ടുകാരൻ പറയുവാണെങ്കിൽ, ഞാൻ ഡെഫിനറ്റ്ലി എബ്രോഡ് പോകും, അവിടെ പോയി നന്നായിട്ട് പഠിക്കുക, എൻ്റെ ഫ്യൂച്ചർ ഇമ്പ്രൂവ് ചെയ്യും, സോ പഠിച്ചു കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവർക്ക് എന്തായാലും ഒരു സഹായം ആകുമല്ലോ, അവർക്ക് എന്തായാലും അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ കൂട്ടുകാരൻ പറയുകയാണ്.
സോ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞാൽ ശരി ഇനി മതി എന്നും പറഞ്ഞ് അങ്ങനെ അവർ നിൽക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞ് പിന്നെയും കാണിക്കുന്നത് നമ്മുടെ ലിന്നിനെയാണ്. അവൻ്റെ അമ്മയെ നോക്കാൻ വേണ്ടി അവനിങ്ങനെ ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കുക. അപ്പം ആ ഷിൻസിനെ കൊണ്ടുപോകാൻ വേണ്ടി അവളുടെ അച്ഛൻ, അതായത് ഇവളുടെ അച്ഛൻ്റെ അമ്മ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം ഷിൻസി പറയില്ല ഞാൻ പോകത്തില്ല, ഞാൻ ചേട്ടൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ, ഞാനിവിടെ നിന്നോളാം എന്നൊക്കെ പറഞ്ഞാൽ കൊച്ചിങ്ങനെ വഴക്കുണ്ടാക്കുക. അത് കഴിഞ്ഞ് അവരവിടെ തന്നെ ഇങ്ങനെ നിൽക്കുക. അപ്പം അത് കഴിഞ്ഞ് പിന്നെയും കാണിക്കുന്ന സീൻ നമ്മുടെ സ്കൂളിലാണ്. നമ്മുടെ സ്കൂളിൽ നമ്മുടെ ജിയായും ജിയയുടെ ഫ്രണ്ടും കൂടെ ഇങ്ങനെ നടന്നു വരിക. അപ്പം നടന്നു വരുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അച്ഛമ്മ പെട്ടെന്ന് മരിച്ചുപോയി, ഞാൻ വിളിച്ച കോളുകൾക്കൊന്നും അവൻ എടുക്കുന്നില്ല, അവൻ ഭയങ്കര ബിസി ആയിരുന്നു എന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുക. അപ്പം അവളിങ്ങനെ ഒരു സ്റ്റെയർ കേസ് ഇങ്ങനെ ചാടി 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 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പെട്ടെന്ന് അവിടെ ഫുള്ളൊരു ബ്ലാങ്ക് ആയ പോലെ നമ്മളെ കാണിക്കും. അപ്പം ആ സീൻ കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്ന സീൻ നമ്മുടെ ഷിൻസു ആണെങ്കിൽ ബുക്കൊക്കെ ഇങ്ങനെ അടുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പഴയ ഒരു ആൽബം കാണും. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് ഫോട്ടോസ് ഇങ്ങനെ കാണും. നമ്മുടെ ജിയായും ഷിൻസിയും കൊച്ചിലത്തെ അവരുടെ ഒരുപാട് ഫോട്ടോസ്. ഇതിപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ വലുതായി കഴിഞ്ഞിട്ടുള്ള കുറേ ഫോട്ടോസ് അങ്ങനെയൊക്കെ ഇങ്ങനെ കാണിക്കും. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഷിൻസുവിന് പെട്ടെന്ന് ഒരു കോൾ വരും. അപ്പം മിൻഹുയാണ് വിളിക്കുന്നത്. അപ്പം മിൻഹുയി വിളിക്കുമ്പോഴത്തേന് പെട്ടെന്ന് അവരെവിടെയാണെന്ന് ചോദിക്കും. അപ്പോഴത്തേന് കാണിക്കുന്ന ഹോസ്പിറ്റലിൽ സീനാണ്. അതായത് അവൾ വീണിട്ട് അവൾ മുഖത്തും കയ്യിലൊക്കെ ഇങ്ങനെ മുറിവായിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പം അവളെ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ചെറുക്കൻ ഓടി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ മെസ്സായിട്ട് ചെന്നപ്പോഴത്തേന് ആ ഡോക്ടർ പറഞ്ഞു എന്താ ഇത് ഹോസ്പിറ്റലാണ്, ഇവിടെ നിന്ന് തല്ലി തകർക്കരുത് എന്നിങ്ങനെ പറയുമ്പോൾ അപ്പോഴത്തേനും അറിയാം എൻ്റെ ചേട്ടനാ ഇത് എന്നും പറഞ്ഞ്. അപ്പോൾ അവൾക്ക് വേദനിക്കുന്നുണ്ട്. അപ്പം അവരോട് പറയാണ് പതുക്കെ ചെയ് എന്നിങ്ങനെ പറയുക. അപ്പം ഇവൾക്ക് ഭയങ്കരമായിട്ട് ഇപ്പം ഇവൾക്ക് ചെറിയ വേദന അവൾ സഹിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇവളിങ്ങനെ വിഷമിക്കുന്നത് കണ്ടുകൊണ്ട് നമ്മുടെ ഷിൻസുവിന് ഭയങ്കര ദേഷ്യം വന്നു. ഇവൻ ദേഷ്യപ്പെട്ടിട്ട് ഫോൺ എടുത്തിട്ട് ആരെയോ ഇങ്ങനെ വിളിക്കുക. എന്നിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് ചോദിക്കുക നിങ്ങളാണോ അത് ചെയ്തത് എന്ന് ചോദിക്കുക. അപ്പം ഓപ്പോസിറ്റിൽ നിന്ന് സംസാരിക്കുക, നിൻ്റെ ജീവിതത്തിൽ എന്ത് അഴുക്കായിട്ടുള്ള കാര്യം നടന്നാലും ഞാൻ ചെയ്തെന്നാണോ നിൻ്റെ വിചാരം, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നിങ്ങനെ പറയാം. അപ്പം നമ്മുടെ അച്ഛനെയാണ് വിളിച്ചത്. അപ്പം ചെറിയ ജിയയ്ക്ക് ഇപ്പം മുറിവ് പറ്റി, സത്യം പറ നിങ്ങളാണോ അത് ചെയ്തത്, നിങ്ങൾ ചെയ്തോ ഇല്ലയോ എന്ന് മാത്രമേ എനിക്ക് അറിഞ്ഞാൽ മതി എന്നൊക്കെ ഇങ്ങനെ ഷിൻസ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഇങ്ങനെ ചോദിക്കാം. അപ്പം അച്ഛൻ പറയുക ഇല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല, നിൻ്റെ ജീവിതത്തിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, നീ എൻ്റെ മോനല്ലേ, നിന്നെ ഹാർട്ട് ചെയ്യുന്ന പോലെ ഞാനൊന്നും ചെയ്യത്തില്ല എന്നിങ്ങനെ പറയാം. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ നമ്മുടെ ഷിൻസു ആണെങ്കിൽ ജിയാനെ എടുത്തുകൊണ്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന കൂട്ടത്തിൽ ഇപ്പം ജിയ പറയുക ഇല്ല കുഴപ്പമൊന്നും ഇല്ല, ഞാൻ നടന്നു പൊക്കോളാം. അപ്പം നമ്മുടെ ഷിൻസു പറയും വേണ്ട ഞാൻ നിന്നെ എടുത്തുകൊണ്ട് പൊക്കോളാം എന്ന് തന്നെ പറഞ്ഞ് അവരിങ്ങനെ പോകുക. അപ്പം നടന്നു പോകുന്ന കൂട്ടത്തിൽ നമ്മുടെ ജിയ പറയുവാണ് എനിക്ക് ലിന്നിനെ മിസ് ചെയ്യുന്നു, എനിക്ക് ലിന്നിനെ കാണണം പോലെ തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നടന്നു പോവുക. അങ്ങനെ അവർ അവിടെ ചെന്ന് കഴിഞ്ഞ സമയത്താണെങ്കിൽ പെട്ടെന്ന് ഒരു ആൻറ്റി അവരിങ്ങനെ അവരുടെ വീടിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേനും ഒരു ആംബുലൻസ് ഇങ്ങനെ പോകുന്ന കാണും. അപ്പോൾ അവരെന്തുവാ ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് നേരെ ചെല്ലുമ്പോഴത്തേന് ഒരു ആൻറ്റി പറയും എടാ നിങ്ങൾ പെട്ടെന്ന് പോ, നിങ്ങളുടെ അച്ഛനെ അങ്ങോട്ട് കൊണ്ടുവരും, നിങ്ങളുടെ അച്ഛന് വയ്യാതായി എന്നും പറഞ്ഞ്. അപ്പം ഇപ്പോഴും നമ്മുടെ നമ്മുടെ ജിയ ഇങ്ങനെ അവൻ്റെ തോളത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് അവർ നേരെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ ചോദിക്കുക എന്ത് പറ്റി, അച്ഛൻ എന്താ പറ്റിയേ എന്ന് ചോദിച്ചിങ്ങനെ പറയുക. അപ്പം നമ്മുടെ നേഴ്സ് പറയുകയാണ് കുഴപ്പമൊന്നുമില്ല, ഇപ്പം സഡേഷൻ കൊടുത്തിട്ടേക്കുക, അപ്പം ഇപ്പോഴത്തേനും കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയുക. അപ്പം അവർ രണ്ടുപേരും ഇങ്ങനെ വിഷമിച്ച് അച്ഛനെ നോക്കി ഇങ്ങനെ നിന്നു. ദെൻ തിരിച്ച് അച്ഛനെ വീട്ടിൽ കൊണ്ടുവന്നു. അപ്പം വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേന് രണ്ടുപേരും കൂടെ അച്ഛനെ അപ്പുറം ഇപ്പുറം ഇങ്ങനെ പിടിച്ചേക്കുക. അപ്പം അച്ഛൻ പറയുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പിടിച്ചേക്കുന്നതെന്ന് പറഞ്ഞിട്ട് അച്ഛനെ നേരെ കൊണ്ട് റൂമിലാക്കുക. അപ്പോഴത്തേന് അത് കഴിഞ്ഞ് നമ്മുടെ ഷിൻസ് തന്നെ നിലത്തിരുന്ന് നമ്മുടെ ജിയാടെ ഷൂസൊക്കെ ഊരി, ഇപ്പോൾ അവളുടെ കാലിൽ മുറിവുണ്ടല്ലോ, അപ്പം ഇതൊക്കെ ഊരി വെച്ചവൾ അപ്പോൾ അവളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. അപ്പം അത് കഴിഞ്ഞ് നമ്മുടെ ലിന്നിൻ്റെ അച്ഛനും കൂടെ ഉണ്ടായിരുന്നു. അച്ഛൻ പറയാം ഞാൻ പോകുക, നിങ്ങൾ അച്ഛനെ നോക്കിക്കോണേ എന്നും പറഞ്ഞ് അയാളങ്ങ് പോവാം. അപ്പം അത് കഴിയുമ്പോഴത്തേനും നമ്മുടെ അച്ഛൻ ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഷിൻസു ഇങ്ങനെ അച്ഛനെ തന്നെ നോക്കിയിരിക്കുക. അപ്പം നോക്കുമ്പോൾ തൊട്ടടുത്ത് നമ്മുടെ ജിയായും ഇങ്ങനെ കിടപ്പുണ്ട്. എന്നിട്ട് ഇങ്ങനെ അച്ഛനാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ റെസ്റ്റ് എടുത്തപ്പം എല്ലാം മാറി എന്നും പറഞ്ഞ് എഴുന്നേറ്റ് പോയപ്പോൾ അറിയാതെ ജിയാടെ കാലിലും കൂടെ അച്ഛൻ്റെ കാല് കൊണ്ടു. സോ അത് കഴിഞ്ഞപ്പോഴത്തേനും അവൾ ആന്നും പറഞ്ഞ് എഴുന്നേറ്റിട്ട് പെട്ടെന്ന് അച്ഛനെ കാണുമ്പോൾ അച്ഛാ കുഴപ്പമൊന്നും ഇല്ലേ, എങ്ങനെയുണ്ട്, ഇപ്പം ഓക്കെ ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പം നമ്മുടെ അച്ഛൻ പറയാം ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണ് എന്നിങ്ങനെ പറയുക. പിന്നെ നമ്മുടെ ജിയാടെ മുഖമൊക്കെ നോക്കിയിട്ട് വന്നു, അയ്യോ നിൻ്റെ മുഖത്തൊക്കെ എന്നാ പറ്റി നിനക്ക് എന്ന് ചോദിച്ചപ്പം ഷിൻസുവിനോടും ചോദിച്ചു എന്താ മോനെ പറ്റിയെന്ന് ചോദിക്കും. പറയും ഇല്ല ഒന്നുമില്ല അച്ഛാ, ജസ്റ്റ് ഒന്ന് വീണതേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പം ആ സീൻ കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്ന സീൻ നമ്മുടെ അച്ഛൻ്റെ വർക്ക് സൈറ്റിലാണ്. അപ്പം വർക്ക് സൈറ്റിലാണെങ്കിൽ ഒരു കണ്ണാടി വെച്ചൊക്കെ ഒരു ലേഡി ഇങ്ങനെ വരിക. അപ്പം വന്നു കഴിയുമ്പോഴത്തേന് നമ്മുടെ അച്ഛനിങ്ങനെ ജസ്റ്റ് നോക്കിയിട്ട് കുഴപ്പമില്ല മാഡം എന്തിനാണ് ഇങ്ങോട്ട് വന്നേ എന്നിങ്ങനെ ചോദിക്കും. അപ്പം അവർ ചോദിക്കും നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കും. അപ്പം കാണിക്കുന്നത് മെൻഹുയി എന്ന് വിളിക്കും. അപ്പം നമ്മുടെ ഷിൻസുവിൻ്റെ അമ്മയാണ് അവിടെ വന്നത്.
വന്നു കഴിയുമ്പോഴത്തേന് രണ്ടുപേരും കൂടെ ഒരു ഒരു ടേബിളിൻ്റെ അപ്പുറം ഇപ്പുറം അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിക്കുക. നമ്മുടെ ജിയാടെ അച്ഛൻ ഇങ്ങനെ ചോദിക്കുകയാണ്, ഇത്രയും നാൾ നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുക. അപ്പം നമ്മുടെ അമ്മ ഇങ്ങനെ പറയാം, അവരൊന്നും പറയുന്നില്ല. എന്നിട്ട് അവസാനം പിന്നെ പറയാം, ഇപ്പം എൻ്റെ അമ്മേനെ നോക്കി എന്നും പറഞ്ഞ് കുറച്ച് പൈസ എടുത്ത് അയാളുടെ മുന്നിലോട്ട് ഇങ്ങനെ വെക്കുക. നമ്മുടെ ഷിൻസിൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഈ പൈസ തരാൻ വേണ്ടിയാണ് വന്നത്, നിങ്ങൾ എൻ്റെ മകനെ ഇത്രയും നന്നായിട്ട് നോക്കി, താങ്ക് യു എന്നൊക്കെ ഇങ്ങനെ പറയാം. നമ്മുടെ ജിയുടെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഷിൻസു വീട്ടിലുണ്ട്, ഷിൻസുവിനെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ പോയി കണ്ടോളൂ എന്നിങ്ങനെ പറയാം. അപ്പം അമ്മ പെട്ടെന്ന് തന്നെ എടുത്തടിച്ച പോലെ പറയണേ, ഞാൻ വന്നത് ഷിൻസുവിനെ കാണാനല്ല എന്നിങ്ങനെ പറയാം. അച്ഛൻ പെട്ടെന്ന് ഷോക്കായിട്ട് ഇങ്ങനെ ചോദിക്കുക, ഷിൻസുവിൻ്റെ അച്ഛനോ എന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, അതെ, അയാൾ കാരണം ഞാൻ ഇങ്ങോട്ട് വന്നത്. അയാൾ എന്നെ വിളിച്ചിരുന്നു, എന്നിട്ട് എന്നോട് പറഞ്ഞു അയാൾക്ക് അയാളുടെ മകൻ്റെ ഗാർഡിയൻഷിപ്പ് വേണം എന്നൊക്കെ പറഞ്ഞ് എന്നോട് ദേഷ്യപ്പെട്ടു. സോ അയാൾ നിങ്ങളോടും ഇത് ഒരുപാട് ക്രൂരതയൊക്കെ ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് പൂട്ടിച്ചതൊക്കെ അയാളല്ലേ. സോ നിങ്ങൾക്ക് പോലീസിൽ വേണമെങ്കിൽ അയാൾക്കെതിരെ പരാതിയൊക്കെ കൊടുക്കാമായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് ഒന്നും ചെയ്യാതിരുന്നത്? അയാൾ ശരിക്കും ഒരു വൃത്തികെട്ട മനുഷ്യനാണ്. അയാൾ ഒരിക്കലും പൈസ ഇല്ലാത്ത സമയത്ത് എന്നെ കളഞ്ഞിട്ട് പോയ ആളാണ്. ഇപ്പം അയാൾക്ക് ഗാർഡിയൻഷിപ്പ് വേണമെന്ന്. അയാളൊരു കല്യാണം കഴിച്ചു, അയാളുടെ ഭാര്യയ്ക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ പേരിൽ ഇപ്പം അയാളുടെ തലമുറ നിലനിർത്താൻ വേണ്ടിയാണ് അയാൾക്ക് ഷിൻസുവിനെ വേണ്ടത്, അല്ലാതെ ഷിൻസുവിനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ അയാളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അമ്മ ഇങ്ങനെ പറയാണ്, ഷിൻസുവിനെ നിങ്ങൾ നന്നായിട്ട് വളർത്തി. ഇപ്പം ഞാനും ഷിൻസും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഷിൻസുവിനെ ഞാൻ ജന്മം നൽകി എന്നുള്ള ഒറ്റ ബന്ധമുള്ളൂ. ഷിൻസുവിൻ്റെ യഥാർത്ഥ അവകാശി നിങ്ങൾ തന്നെയാണ്. നിങ്ങളാണ് അവൻ്റെ കാര്യത്തിൽ നല്ലൊരു തീരുമാനം എടുക്കേണ്ടത് എന്നിങ്ങനെ പറയും. എന്നിട്ട് അമ്മ ഇങ്ങനെ പറയാണ്, സോ ഇനിയിപ്പം അവൻ്റെ ഗുഡ് ഫ്യൂച്ചറിന് വേണ്ടി നിങ്ങളാണ് ഒരു തീരുമാനം എടുക്കേണ്ടത്. അവനെ വേണമെങ്കിൽ അയാളുടെ കൂടെ അയക്കാം, അവൻ്റെ ഗുഡ് ഫ്യൂച്ചറിന് വേണ്ടി അയാളുടെ കൂടെ അയക്കാം. അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങളുടെ മനസ്സിരുത്തി ഒന്ന് ചിന്തിക്കുക, എന്താ വേണ്ടേ എന്നിങ്ങനെ ആലോചിക്കാൻ പറയും. എന്നിട്ട് ഇങ്ങനെ പോകും. ഇപ്പം പോയി കഴിയുമ്പോഴത്തേന് നമ്മുടെ അച്ഛൻ ഇങ്ങനെ ചോദിക്കും, നിൻ്റെ കൂടെ കൊണ്ടുപോകുന്നു എന്ന് അച്ഛൻ ഇങ്ങനെ ചോദിക്കാം. അപ്പോഴത്തേന് നമ്മുടെ അമ്മ ഇങ്ങനെ പെട്ടെന്ന് പറയും, ഇല്ല, ഞാൻ അവനെ കൊണ്ടുവന്നില്ല, ഞാൻ കല്യാണം കഴിച്ചു, എനിക്ക് കുട്ടികളുണ്ട്. സോ എൻ്റെ ഹസ്ബൻഡ് ഒരിക്കലും അവനൊരു ഭാരമാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് പോകുക. അപ്പം നമ്മുടെ അച്ഛൻ്റെ കയ്യിൽ കുറച്ച് പൈസ കൊടുത്തായിരുന്നല്ലോ, അപ്പം അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട്, അതായത് പണ്ട് കടം മേടിച്ച് അത്രയും പൈസ മാത്രം എടുത്തിട്ട് ബാക്കി കൊണ്ട് തിരിച്ച് അമ്മയുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് അച്ഛൻ ഇങ്ങനെ പറയാണ്, ഇനി നീ ഒരിക്കലും ഷിൻസിനെ പറ്റി വറി ചെയ്യേണ്ട ആവശ്യമില്ല, അവനെ ഞാൻ നോക്കിക്കോളാം എന്നിങ്ങനെ പറയുക. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന അച്ഛൻ ഇങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, പറഞ്ഞതിനെ പറ്റിയൊക്കെ. അപ്പം അത് കഴിഞ്ഞ് പിന്നെ കട്ട് ചെയ്തിട്ട് കാണിക്കുന്ന സീൻ നമ്മുടെ ലിന്നിനെ കാണിക്കുക. അപ്പോൾ ലിന്നിൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവൻ്റെ അങ്കിൾ ഇങ്ങനെ സംസാരിക്കുക, അവളെ ഇങ്ങനെ ഒറ്റയ്ക്കിട്ടിട്ട് ഞാൻ എങ്ങനെയാണ് പോകുന്നത്, നീ കുറച്ച് നാളും കൂടെ വെയിറ്റ് ചെയ്യ്. അതായത് അങ്കിളുടെ ഭാര്യയെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുക, ഞാൻ 2-3 ദിവസത്തിനകം വന്നേക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇതൊക്കെ നമ്മുടെ ലിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ സീൻ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജിയ ആണെങ്കിൽ നിന്നെ ഇങ്ങനെ വിളിക്കുക, ചേട്ടാ നിന്നെ കണ്ടിട്ട് ഒത്തിരി നാളായി, നിൻ്റെ ബർത്ത്ഡേക്കെങ്കിൽ നീ വരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. നമ്മുടെ ലിന്ന് പറയാണ്, ആടി ഞാൻ നോക്കാം, എനിക്കറിയത്തില്ല വരാൻ പറ്റുമോ ഇല്ലയോ എന്ന്, ഞാൻ നോക്കാം എന്നിങ്ങനെ പറയാം. അപ്പം മെൻഹി പറയാം, നിങ്ങളുടെ ഷിൻസുവിനും ലിന്നിനും വേണ്ടി അവളുടെ അമ്മ ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ തരട്ടെ എന്നൊക്കെ ചോദിക്കാം. അപ്പം പറയാം തരാമെന്ന് പറയാം. അപ്പം പറയുന്നത് അതിന് പകരമായിട്ട് അവൾക്ക് നോട്ടൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞു നിങ്ങളുടെ. അപ്പം പറഞ്ഞാൽ ഓക്കെ ഞാൻ കൊടുത്തേക്കാം എന്നിങ്ങനെ പറയാം. എന്നിട്ട് ശരി എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ ലിന്ന് പറയും, എടി ഫോൺ വെക്കുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ നല്ല വാക്കുകൾ എന്നോട് പറയടി എന്നിങ്ങനെ പറയാം. അവൻ പറയും, അവൾ പറയും, എൻ്റെ ചേട്ടനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു, ചേട്ടാ ഐ ലവ് യു, ഐ മിസ് യു, ഉമ്മ 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 എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ അവൻ ചെറുതായിട്ട് ഇങ്ങനെ ചിരിക്കും. അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ കൂട്ടുകാർ അവളിങ്ങനെ കളിയാക്കും, ഐ മിസ് യു സോ മച്ച് എന്നും പറഞ്ഞ് ഇങ്ങനെ കളിയാക്കും അവളെ. കഴിഞ്ഞ് കട്ട് ചെയ്തിട്ട് കാണിക്കുന്ന സീൻ ഹോസ്പിറ്റലിൽ സീനാണ്. അതായത് ലിന്നിൻ്റെ അമ്മയുടെ ഹസ്ബൻഡിന് ഇപ്പോൾ ഒരുപാട് നാളായി, അവരിങ്ങനെ 1 മാസത്തോളം കഴിഞ്ഞു. അപ്പം ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇരിക്കുക. അപ്പം അയാൾക്ക് അങ്ങനെ നോക്കാൻ സമയമില്ല. അയാൾ തിരിച്ച് വീട്ടിലേക്ക് തിരിച്ച് അയാളുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോകാമെന്ന് പറയുക. അപ്പം നമ്മുടെ അങ്കിളിന് ദേഷ്യം വരും. അതായത് ലിന്നിൻ്റെ അമ്മയുടെ ചേട്ടന് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ പറയാം, നിങ്ങളുടെ ഭാര്യയാണ്, നിങ്ങൾക്കാണ് നോക്കേണ്ട ഉത്തരവാദിത്തം, നിങ്ങളിങ്ങനെ എന്തുകൊണ്ടാണ് ഇട്ടിട്ട് പോകുന്നതെന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. അപ്പം ഇവർ രണ്ടുപേരും സംസാരിക്കുന്നതും നമ്മുടെ ലിന്നിങ്ങനെ മാറി നിന്ന് കേട്ടുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അങ്കിള് നമ്മുടെ ലിന്നിനെ വിളിച്ചിങ്ങനെ സംസാരിക്കുക, നിനക്ക് നിൻ്റെ എൻട്രൻസ് എക്സാം ഒക്കെ കഴിഞ്ഞില്ലേ, സോ നിനക്ക് ഇവിടുത്തെ ഏത് കോളേജിൽ വേണമെങ്കിലും പോകാൻ പറ്റുമല്ലോ എന്ന് ചോദിക്കും. അപ്പം നമ്മുടെ ലിന്നി ചോദിക്കും, അങ്കിൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പം പറയും, നീ സിംഗപ്പൂർ വന്ന് നിൻ്റെ ഗ്രാജുവേഷൻ ചെയ്യണം, ആ കൂട്ടത്തിൽ തന്നെ നിൻ്റെ അമ്മേനെ നിനക്ക് നോക്കാൻ പറ്റും, നിൻ്റെ അമ്മയെ നോക്കാൻ ആരുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക. ലിൻ പറയുക, എൻ്റെ അമ്മ എന്നെ ചെറുപ്പത്തിൽ കളഞ്ഞിട്ട് പോയതാണ്, സോ എനിക്ക് നോക്കാൻ പറ്റത്തില്ല, ഞാൻ അടുത്ത മാസം തന്നെ തിരിച്ചു പോകും, എനിക്ക് എൻ്റെ. അപ്പം നമ്മുടെ അങ്കിള് ചോദിക്കും, നിന്നെ നിൻ്റെ അച്ഛൻ തിരിച്ച് വിളിച്ചോ എന്ന് ചോദിക്കും. അപ്പം
നമ്മുടെ ലിന് പറയും ഇല്ല എൻ്റെ അച്ഛൻ തിരിച്ചു വിളിച്ചില്ല, പക്ഷേ എൻ്റെ അനിയത്തി എനിക്ക് കാണണം, സോ ഞാനത് ഉടനെ തന്നെ പോകും എന്ന് പറയാം. അപ്പം പെട്ടെന്ന് അങ്കിൾ ഭയങ്കര ദേഷ്യപ്പെടാം, നീ എന്തൊരു മനുഷ്യനാണ്, നിൻ്റെ അമ്മ ഇങ്ങനെ വയ്യാതെ കിടക്കുമ്പോൾ നീ പോകാൻ തോന്നുന്നു എന്ന് പറയുക. അപ്പം ചോദിക്കും അങ്കിളിന് എന്താ ജോലി, അങ്കിളിന് നോക്കത്തില്ലെന്ന് ചോദിക്കും. പറയും എനിക്കും കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, സോ എനിക്ക് നോക്കാൻ പറ്റത്തില്ല, ഞാൻ പോകുക എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ ചെറിയൊരു വഴക്കുണ്ടാക്കി ആ സീൻ അവിടെ വെച്ച് കട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ നമ്മുടെ ലിന്നിൻ്റെ അച്ഛനാണ്. ജിയാടെ അച്ഛൻ എന്തൊക്കെയോ കണക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് വന്ന തോളത്തോട്ട് വന്ന് പെട്ടെന്ന് ഒരു അടി അടിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ജിയാടെ അച്ഛൻ പറഞ്ഞു, ഓ വേദനയ്ക്ക് ഒന്നാമതിൻ്റെ അവിടെ വേദന, നീ എന്തിനാണ് അവിടെ തന്നെ അടിച്ചെന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടിട്ട് അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അതായത് ബിസിനസ്സിനെ പറ്റിയും കാര്യങ്ങളെപ്പറ്റിയും ഒക്കെ ഇങ്ങനെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ ജിയാടെ അച്ഛൻ ഇങ്ങനെ പറയാണ്, ഞാൻ ഷിൻസുവിനെ എബ്രോഡ് വല്ലതും വിട്ട് പഠിപ്പിച്ചാലോ എന്നിങ്ങനെ ആലോചിക്കുക എന്ന് പറയും. അപ്പം നമ്മുടെ ലിന്നിൻ്റെ അച്ഛൻ പറയും, നീ അതിന് സമ്മതിച്ചില്ലായിരുന്നല്ലോ, ഇങ്ങനെ അവനെ എപ്പോഴും പോകാമെന്ന് പറയുമ്പോഴും നീ സമ്മതിച്ചില്ലായിരുന്നല്ലോ, പിന്നെ എന്തിനാ ഇപ്പം ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പം നമ്മുടെ ജിയാടെ അച്ഛൻ പറയും, അവൻ പുറത്ത് പോയി പഠിച്ചാൽ അവന് നല്ല സ്കോപ്പ് കിട്ടും, നന്നായിട്ട് ചെയ്യാൻ പറ്റും, സോ അവൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി അവനെ പുറത്ത് വിടുന്നതായിരിക്കും നല്ലത് എന്നിങ്ങനെ പറയുക. അപ്പം ലിന്നിൻ്റെ അച്ഛൻ പറഞ്ഞു, നീ ശരി ഇപ്പം അവനോടൊന്നും പറയണ്ട, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം എന്നിങ്ങനെ പറയാം. അപ്പോഴത്തേനും നമ്മുടെ ലിന്ന് വന്നു. അപ്പോൾ ഇവർ 3 പേരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ലിന്നിനോട് ഇങ്ങനെ ചോദിക്കാം, നീ സ്കൂളിൽ പോയിട്ട് എന്താ വായി എന്നിങ്ങനെ ചോദിക്കും. അപ്പം പറഞ്ഞു, അച്ഛാ ടീച്ചർ ഇങ്ങനെ ഓരോ നല്ല സ്കൂളിലേക്ക് തിരഞ്ഞെടുക്കാൻ ഓരോ പ്രിഫർ ചെയ്തു, അപ്പം അവിടുത്തെ എന്തോ വലിയൊരു ഷാങ്ഹായിയോ അങ്ങനെ എന്തോ ഒരു സിറ്റിയുടെ പേര് പറഞ്ഞിട്ടും അവിടുത്തെ സ്കൂൾ എനിക്ക് വേണ്ടി പ്രിഫർ ചെയ്തു എന്ന് പറഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു, കുഴപ്പമില്ല, നല്ലതാ, അവിടുത്തെ യൂണിവേഴ്സിറ്റി നമുക്ക് പഠിക്കാം, അവിടെ ചിലവൊക്കെ കുറവായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഷിൻസു ഇങ്ങനെ പറയുക, അച്ഛാ ഞാൻ എബ്രോഡ് പോയി പഠിച്ചാലോ എന്നിങ്ങനെ ആലോചിക്കുക എന്നിങ്ങനെ പറയുക. അപ്പോൾ പെട്ടെന്ന് അച്ഛൻ ഇങ്ങനെ ഒരുമാതിരി വിഷമം പോലെ ആയിട്ട് ഇങ്ങനെ ഷിൻസുവിനെ നോക്കുക. സോ ഇങ്ങനെയാണ് ഈ എപ്പിസോഡ് തീരുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്